പ്രകൃതി അങ്ങനെ കലി തുള്ളി പെയ്തുകൊണ്ടിരിക്കുക അല്ലേ. എത്രയോ പേരുടെ ജീവനം കൊണ്ട് പ്രകൃതി അങ്ങനെ എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തുടർച്ചയായിട്ട് 2017 തൊട്ട് തുടങ്ങിയതല്ലേ. 2017 ആ വലിയ ദുരന്തം ഉണ്ടായി. അത് കഴിഞ്ഞ് 2018 പെട്ടിമുടി ദുരന്തം ഉണ്ടായി. ഇപ്പോൾ ദേണ്ട 2024 ആയപ്പോഴത്തേനും വീണ്ടും ഓരോ വർഷം എത്രയോ ജീവനുകളെയായി പ്രകൃതി എടുത്തുകൊണ്ട് പോകുന്നില്ലേ. വെള്ളപ്പൊക്കമായി, ഉരുൾപൊട്ടലായി, കാറ്റായി എന്ന് വേണ്ട എല്ലാം. ഇടുക്കി ജില്ലയിൽ ആയ ഞങ്ങളുടെ ഇവിടെയാണെങ്കിലും ഉരുൾപൊട്ടലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയില്ലേ. മണ്ണിനടിയിൽ പെട്ടുപോയ പാവങ്ങളെ ഓർത്ത് നമുക്ക് സങ്കടപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു സഹായവും ചെയ്യാൻ നമ്മളെക്കൊണ്ട് അവിടം വരെ പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടൊരു വിഷമവും കൂടെ ഉണ്ട്. നമുക്ക് കഴിയുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും സഹായിക്കുക. അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഓരോ നിമിഷം അതുങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ. ഓരോ വർഷം വരുമ്പോഴും എത്രയോ പേരുടെ ജീവനും കൊണ്ടാണ് പോകുന്നത്. എല്ലാം നമ്മളോർക്കും നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഉണ്ടാക്കി നമ്മുടെ ജീവനെല്ലാം സുരക്ഷിതമാണെന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആരും അല്ലാണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്യാം. മാറി താമസിക്കാനൊക്കെ പറയാൻ എളുപ്പമുണ്ട് അല്ലേ. ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെയുള്ള പ്രളയവും അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാം. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെങ്കിൽ അവരുടെ സ്ഥലങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾക്കോ അതിൻ്റേതായ ഒരു വിലയൊന്നും കിട്ടുന്നില്ലല്ലോ. അവർക്ക് പോയൊരു നല്ല സ്ഥലം മേടിക്കാനൊന്നും സാധിക്കുകയില്ലായിരിക്കാം. അറിയത്തില്ല എങ്ങനെയാണെന്ന്. എങ്കിലും എല്ലാവരും ഇങ്ങനെ ഉരുൾപൊട്ടലുള്ള സ്ഥലത്തു നിന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നും പരമാവധി ഏതെങ്കിലും ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ തുലാവർഷം എന്ന് പറഞ്ഞൊരു വർഷം കൂടെ വരുമല്ലേ. അപ്പോൾ ആ മാസം അടുത്ത് വന്ന് തുടങ്ങി. അപ്പം വെള്ളം ഒക്കെ കൂടാനുള്ള മഴയൊക്കെ കൂടാനുള്ള സാധ്യതകളും ഉണ്ടല്ലേ. ഇപ്പോൾ ഇടുക്കിയാണെങ്കിലും വയനാട് എന്ത് ദുരന്തം ഉണ്ടായത് ഒന്ന് എത്തപ്പെടാൻ നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കൊന്നും ഒരു അപകടങ്ങളും വരുത്താതിരിക്കാനും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളൊരു ദുരന്തം കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആയില്ല. അർജുനെ അന്വേഷിച്ചല്ലേ. അർജുനനെ എന്തോരം ദിവസമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ആ ദുഃഖത്തിന് മാറുന്നതിന് മുമ്പ് തന്നെ വയനാട് കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ ദുഃഖമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് സഹായം കൊടുക്കാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അവരെയൊന്നും എന്നാ ചെയ്യണേ. ഗവൺമെൻറ് വിചാരിച്ചാലൊക്കെ ആയിരിക്കും വല്ലതും നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും രണ്ട് ഗവൺമെൻറ്റുകളും, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെയൊക്കെ രക്ഷിച്ച് എവിടെയെങ്കിലും ഒരു മാറി താമസിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കുറേ പേരെ. പെട്ടിമുടി ദുരന്തം നമ്മളൊന്ന് ഓർത്ത് നോക്കി. എത്ര ലയങ്ങളല്ലേ അന്ന് പോയത്. നേരം വെളുത്തപ്പോഴത്തേനും അവിടെ താമസിച്ച ഒറ്റ ജനങ്ങൾ പോലും ഇല്ലാതെ പോയത് നമ്മൾ കണ്ടതല്ലേ അല്ലേ. എന്തോരം ദുഃഖം. ഇങ്ങനെ ഒരു മഴക്കാലം അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് എല്ലാ പ്രാവശ്യവും ഈ പ്രളയം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ജൂലൈ അവസാനമായപ്പോഴത്തേനും വന്നു അല്ലേ. അങ്ങനെ ഒരു ഓഗസ്റ്റിലാണ് എൻ്റെ അച്ഛനും ഈ ലോകത്തുനിന്ന് പോയത്, ആ വലിയ പ്രളയം ഉണ്ടായ സമയത്ത്. അപ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണം, എനിക്ക് വേറെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു മനസ്സൊന്നും തോന്നിയില്ല. കാരണം എന്തെന്നും പറഞ്ഞോണ്ടാ നമ്മളീ പറയണല്ലേ. എത്ര ദിവസമായി, 3-4 ദിവസമായിട്ട് മഴ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പം അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും എന്തോരം മൃഗങ്ങളും ഒക്കെ, മനുഷ്യരും മൃഗങ്ങളും എല്ലാം തുല്യരായിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവസ്ഥയല്ലേ നമ്മൾ കാണണമല്ലേ. മക്കളും ഒക്കെ, കുഞ്ഞുമക്കളും എല്ലാം അവരുണ്ടാക്കിയ സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അവരെ ഒന്ന് രക്ഷിക്കാൻ പോകാൻ പോലും ആർക്കും, ഇനിയിച്ച് ജീവനോടെ കിടപ്പുണ്ടെങ്കിൽ പോലും രക്ഷിക്കാൻ പോകാൻ ഉള്ള ഒരു മാർഗവും കൂടെ ഇല്ലാന്ന ഉള്ള അവസ്ഥയാണ് നമ്മൾ ചാനലുകളിൽ കൂടെ കേൾക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ. ഓരോ പ്രളയവും നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നതല്ലേ. പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അതേപോലെ നമ്മൾ പ്രകൃതിയുടെ എന്നാന്ന് പറയണേ, പ്രകൃതിയുടെ താണ്ഡവം എന്നാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ ജപ്പാനിലൊക്കെ ഭൂകമ്പത്തിനെതിരായ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ വീടുകൾക്കൊരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ നമുക്ക് ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ അതുപോലെയുള്ള വല്ല സംവിധാനങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. നല്ലതായിരുന്നു ഇല്ലേ. എന്തെങ്കിലുമൊക്കെ മനുഷ്യന് ചെയ്തു കൊടുക്കാനും മറ്റെല്ലാവരുടെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ളവർക്കൊക്കെ സഹായം ചെയ്യാനൊക്കെ നമ്മൾ സന്നദ്ധരാകേണ്ടതാണ്.
എല്ലാവരും ഒറ്റ കൈയായിട്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിൽക്കണം അല്ലേ. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നണം. എന്തു ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഞങ്ങളുടെ ഇടുക്കി ജില്ലയാണെങ്കിൽ പോലും ഇങ്ങനെ ഉരുൾപൊട്ടലിൻ്റെ നാടാണ്. ഇപ്പോഴാണേലും മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയൊക്കെ രാത്രിയിലൊക്കെ ഒരു തുള്ളി പോലും തോരാതെ അത് മഴ, അതോ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കുടം തുള്ളി പോലെയാണ് ചാടണം. അതുപോലെ വലിയ മഴത്തുള്ളികളാണ് വന്ന് ചാടുന്നത്. എന്തു ചെയ്യാൻ പറ്റും? അതോ ചുമ്മാ ഒരു കുഞ്ഞ് നമ്മുടെ റോഡിൻ്റെ സൈഡൊക്കെ വലിയ പുഴ പോലെയാണ് ഒഴുകുന്നത്. അതുപോലെ വെള്ളം ഒഴുകി പോകും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്ത് അത് മഴയൊക്കെ തോർന്നു കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചു വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുക. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഈ ഒരു പ്രളയവും ഈ ഒരു കാലവും കൂടെ ഒന്ന് രക്ഷപ്പെട്ടു പോവുക. എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോരുത്തരും ഓരോ വീട്ടുകാരും ചെയ്യുക, രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഇനി ഇവരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു അപകടങ്ങളൊന്നും വരുത്താതെ അവർക്ക് നല്ല രീതിയിൽ എല്ലാവരും പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അല്ലാണ്ട് ഓരോ വർഷം ഈ ദുരിതങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞ സങ്കടമുണ്ടല്ലേ. ഓരോ ദുരിതവും ഓരോ പ്രളയങ്ങളും കാണുമ്പം എത്രയോ പേരുടെ സ്വപ്നങ്ങളെ തകർത്തടിച്ച് കൊണ്ടുപോകുന്നതല്ലേ. നമ്മൾ നോർത്തെ കടലിൻ്റെ മക്കളായിട്ട് ജീവിക്കണ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലേ. അതും ദുരിതം പിടിച്ചത്. മലകളിൽ താമസിക്കണവർ അവരുടെ ജീവിതം അങ്ങനെ ദുരിതം പിടിച്ചത്. താഴെ ഉള്ള കുട്ടനാട് ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന അവരുടെ ജീവിതം അങ്ങനെ. ഇടയ്ക്ക് കുറച്ച് പേർക്ക് മാത്രമാണ് പ്രളയമോ വെള്ളപ്പൊക്കമോ ഒന്നും ബാധിക്കാതിരിക്കുന്നത് അല്ലേ. മലയിടിച്ചിലൊന്നും ബാധിക്കാത്ത കുറച്ച് പേരേ ഉള്ളൂ. അപ്പം പരമാവധി എല്ലാവരും സൂക്ഷിക്കുക. സേഫായുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുക. നമുക്ക് വിലപ്പെട്ട സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് പോവുക. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നമ്മുടെ ജീവനും നമ്മുടെ രേഖകളും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ അല്ലേ. അതൊക്കെ ആയിട്ട് രക്ഷപ്പെടാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ശരിക്കും സങ്കടം തോന്നണം. നമ്മളൊരു വീട്ടിലേക്ക് ഓരോ സാധനങ്ങൾ മേടിച്ച് സൂക്ഷിച്ച് വയ്ക്കുമ്പോഴും നമ്മൾ എന്തൊരു സങ്കല്പത്തോട് വരെ നമ്മളുള്ളതെല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ മേടിച്ച് വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് അതുണ്ടാക്കിയല്ലോ ഇതുണ്ടാക്കിയല്ലോ ഒരു സന്തോഷമല്ലേ. അതൊക്കെ ഒരു നിമിഷം കൊണ്ട്, ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ ഇല്ലാതാകണ ഒരവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. നമ്മളൊന്നുകൊണ്ട് അഹങ്കരിക്കേണ്ടതാണെന്നപ്പോൾ മനസ്സിലായില്ലേ. എല്ലാം ഒന്നും നമുക്ക് തന്നിട്ടില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല ഈ ഭൂമിയിൽ നിന്ന്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാം നമ്മളിവിടെ വന്ന് കെട്ടിപ്പിടിച്ചുണ്ടാക്കണതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ അത് നമ്മൾ തിരിച്ചേൽപ്പിച്ചിട്ട് പോകണമെന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാണ്ട് വേറൊന്നും മനസ്സിലാക്കാനില്ല. എല്ലാം കൈവിട്ടിട്ട് വെറും കൈയോടെ മടങ്ങാം, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും ജീവൻ അത്രയൊക്കെ വിലയുള്ളൂ അല്ലേ. ഒരു നിമിഷത്തിൻ്റെ മാത്രം വില. നമുക്കിവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ നല്ലത് വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അവരുടെ ദുരിതത്തിൽ നിന്ന് അവരെത്രയും പെട്ടെന്ന് മോചനം ഉണ്ടാകട്ടെ. അവർക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ അവർക്കൊന്ന് തിരിച്ചു വരാൻ അവർക്ക് അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സഹായം എല്ലാം ഗവൺമെൻറ്റുകളായും സന്നദ്ധ സംഘടനകളായിട്ടൊക്കെ ചെയ്യാനും ഒക്കെ മനസ്സ് വരട്ടെ. പരമാവധി എല്ലാവരും ഒക്കെ സഹായിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കലിതുള്ളി പെയ്യണ കാണുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി. ഓരോ ഓഗസ്റ്റ് മാസം വരുമ്പോഴും ഇപ്പോൾ മനുഷ്യൻ പേടിയോടുകൂടിയായിരിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ വേണ്ടിയിരിക്കുന്നവർ പല വീടുകളിലും ഇപ്പോൾ ദുഃഖം തന്നെയല്ലേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ ഓണത്തിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ എല്ലാ വർഷവും ഈ ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേനും പലരുടെയും ഉള്ളിൽ ദുഃഖങ്ങളായിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രളയമായിട്ടും ഉരുൾപൊട്ടലായിട്ടും അല്ലാതെ എന്തൊക്കെയായിട്ട് വെള്ളപ്പൊക്കമായിട്ടും ഒക്കെ. എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ അവർക്കും ഓണമൊക്കെ ആഘോഷിക്കാനും സന്തോഷത്തോടെ കഴിയാനും ഒക്കെ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇപ്പം വയനാട്ടിലും ഉള്ള സ്ഥലങ്ങളിലും ഒക്കെ പെട്ടവരുടെ അടുത്ത് പോലും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒത്തിരി പേര് മണ്ണിനടിയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ദൈവമേ അവർക്ക് ജീവനോടെ തിരിച്ചു കിട്ടാൻ, എല്ലാ ആരോഗ്യത്തോടു കൂടി തിരിച്ചു കിട്ടാൻ ദൈവമേ അനുഗ്രഹിക്കണേന്ന് മാത്രം ഞാനും പ്രാർത്ഥിക്കുന്നു. ഒന്നും പറയാനില്ല.